Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പൊതുവായിട്ട് 4 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. 3 ക്ലാസ്സുകൾ നമ്മൾ ഓരോ ടോപ്പിക്കുകൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ പൊതുവെ സെൻട്രൽ എക്സാമുകൾക്കും UPSC, SSC, RRB തുടങ്ങിയ എക്സാമുകൾക്കും നമ്മുടെ കേരള സ്റ്റേറ്റ് PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ച ഈ 2 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എക്സാമുകൾക്ക് ചോദിച്ച 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 4 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഓർക്കുക, വിച്ച് മ്യൂട്ടിനി ഇൻ ഇന്ത്യ അല്ലെങ്കിൽ വിച്ച് റെബലിയൻ ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ദ റിഹേഴ്സൽ ഓഫ് 1857 റിവോൾട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. വിച്ച് മ്യൂട്ടിനി ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ദ റിഹേഴ്സൽ ഓഫ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന കലാപം അല്ലെങ്കിൽ മ്യൂട്ടിനി ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കലാപം ഏതായിരുന്നു? ഓർക്കുക, 1806 ജൂലൈ 10 തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നടന്ന വെല്ലൂർ കലാപം. 1806 ജൂലൈ 10 തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നടന്ന വെല്ലൂർ കലാപത്തെ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നു. ഓർക്കുക, 1857 കലാപം. 1857 കലാപത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കറാണ്. ആ VD സവർക്കർ തന്നെയാണ് 1806 വെല്ലൂർ മ്യൂട്ടിനെ എന്ത് വിശേഷിപ്പിക്കുന്നത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? 1857 റിവോൾട്ടിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? VD സവർക്കറാണ്. ആ VD സവർക്കർ അല്ലെങ്കിൽ വിനായക് ദാമോദർ സവർക്കർ, ആ VD സവർക്കർ തന്നെയാണ് വെല്ലൂർ മ്യൂട്ടിനി അല്ലെങ്കിൽ വെല്ലൂർ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ 1806 ജൂലൈ 10 വെല്ലൂർ കലാപം. കലാപം നടന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓർത്തു വയ്ക്കുക. ഈ വെല്ലൂർ കലാപം നടക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഈ മദ്രാസ് റെജിമെന്റിലെ ഉണ്ടായിരുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ ശിപ്പായിമാരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റം. അന്നത്തെ ശിപ്പായി റെജിമെന്റിന്റെ കമാൻഡറായിരുന്ന ജോൺ ക്രാഡോക്ക് ചില പുതിയ പരിഷ്കാരം, അവരുടെ വസ്ത്ര രീതിയിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടു. പ്രധാനമായിട്ട് ഒന്ന്, ഹിന്ദുക്കളായിട്ടുള്ള ശിപ്പായിമാർ കുറി വരയ്ക്കാൻ പാടില്ല. അവർ തിലകക്കുറി അല്ലെങ്കിൽ ചന്ദനക്കുറിയോ വരയ്ക്കാൻ പാടില്ല. എന്നുവെച്ചാൽ മതപരമായ ചിഹ്നങ്ങൾ കാണിക്കാൻ പാടില്ല എന്നായിരുന്നു അതിന്റെ അർത്ഥം. അതോടെ മുസ്ലിം ശിപ്പായിമാരായിട്ടുള്ള പട്ടാളക്കാരായിട്ടുള്ള ഇന്ത്യക്കാർ അവരെന്ത് ചെയ്യണം? താടി വളർത്താനോ അല്ലെങ്കിൽ മീശ വളർത്താനോ പാടില്ല. മീശയും താടിയൊക്കെ അവർ വടിക്കണം. ഇങ്ങനെ മതപരമായ ചിഹ്നങ്ങൾ, കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം താടി വയ്ക്കുക എന്നുള്ളത് അവരുടെ ഒരു മതപരമായ ചിഹ്നമാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചോളം കുറി വരയ്ക്കുക. അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അന്നത്തെ കമാൻഡറായിരുന്ന ജോൺ ക്രാഡോക്ക് ഇങ്ങനെയുള്ള ചില മതപരമായ ചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് അവരുടെ ആ രീതിയിൽ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊണ്ടു. ഈ നിർദ്ദേശമാണ് കലാപം ഉണ്ടാക്കാനുള്ള കാരണം. അപ്പൊ ഇവിടെ ഈ വസ്ത്രധാരണ രീതി എന്ന് ഉദ്ദേശിക്കുന്ന വസ്ത്രമല്ല, രീതി അവിടെ മതപരമായ ചിഹ്നങ്ങൾ കാണിക്കാൻ പാടില്ല, തലപ്പാവ് വെക്കാൻ പാടില്ല. തലപ്പാവിന് പകരം മറ്റേ ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന വട്ടത്തൊപ്പി ധരിക്കണം, കുറി തൊടാൻ പാടില്ല, താടിയും മീശയും ഷേവ് ചെയ്ത് കളയണം തുടങ്ങിയ ചില നിർദ്ദേശങ്ങൾ. ഇതാണ് വെല്ലൂർ മ്യൂട്ടിനി ഉണ്ടാകാനുള്ള കാരണം. 1806 ജൂലൈ 10 എന്ന് പറയണം. കലാപം ഉണ്ടാകുന്നു. അതിൽ ഒരുപാട് ആളുകൾ, ഏകദേശം 350 ആളുകൾ മരിക്കുന്നു, അത്രത്തോളം ആളുകൾക്ക് പരിക്ക് പറ്റുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓർത്തു വയ്ക്കുക. ഇതാണ് 1806 ജൂലൈ 10 നടന്ന വെല്ലൂർ മ്യൂട്ടിനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെല്ലൂർ മ്യൂട്ടിനിയാണ് VD സവർക്കർ എന്ത് വിശേഷിപ്പിച്ചത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത്. കാര്യം മനസ്സിലായിരിക്കുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മറക്കണ്ട, വെല്ലൂർ മ്യൂട്ടിനിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ച ആളെ VD സവർക്കറാണ്. ആ ശിപായി പട്ടാളക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വസ്ത്രധാരണ രീതി, അതിൽ വരുത്തിയ മാറ്റം ജോൺ ക്രാഡോക്ക് എന്ന അന്നത്തെ കമാൻഡർ ജോൺ ക്രാഡോക്ക് കൊണ്ടുവന്ന ഈ വസ്ത്രധാരണ രീതിയിലുണ്ടായിരുന്ന മാറ്റം, അതിനെതിരെയാണ് വെല്ലൂർ കലാപം ഉണ്ടായത്. ഏകദേശം 350 ആളുകൾ മരിക്കുന്നു, അത്രത്തോളം ആളുകൾ പരിക്ക് വിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓർത്തു വയ്ക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായിരിക്കുമല്ലോ. ഇനി രണ്ടാമത്തെ ടോപ്പിലേക്ക് നോക്കുക. രണ്ടാമത്തെ ടോപ്പിക് വെർനാക്കുലർ പ്രസ് ആക്ട് ഓർ നാട്ടുഭാഷാ പത്ര നിയമം. വെർനാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽഡ് ബൈ വിച്ച് വൈസ്രോയ് ഇൻ ഇന്ത്യ എന്നാണ്. വിച്ച് വൈസ്രോയ് ഇൻ ഇന്ത്യ റിപ്പീൽഡ് വെർനാക്കുലർ പ്രസ് ആക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ്? നാട്ടുഭാഷാ പത്ര നിയമം അല്ലെങ്കിൽ വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയും. ഈ നാട്ടുഭാഷാ പത്ര നിയമം അല്ലെങ്കിൽ വെർനാക്കുലർ പ്രസ് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആര് എന്നാണ് ചോദ്യം. ഓർത്തുക, നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന ലോർഡ് ലിട്ടൺ ആണ് നാട്ടുഭാഷാ പത്ര നിയമം അല്ലെങ്കിൽ വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കാരായിട്ടുള്ള ഒരു പത്രം, ആ പത്രത്തിൽ ചില ന്യൂസുകൾ പ്രസിദ്ധീകരിക്കുമെങ്കിൽ അതിന്റെ ബ്ലൂ പ്രിന്റ് ആദ്യം ഒരു ബ്രിട്ടീഷ് സൂപ്രണ്ടിന് നൽകണം. ബ്രിട്ടീഷ് സൂപ്രണ്ട് വായിച്ച് അത് സെൻസർ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രസിദ്ധപ്പെടുത്താൻ പാടുള്ളൂ. ഇതാണ് ഈ വെർനാക്കുലർ പ്രസ് ആക്ട്. അപ്പൊ ഇത് കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് ലിട്ടൺ ആണ്. പക്ഷെ അതിനുശേഷം വന്ന ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്ന ലോർഡ് റിപ്പൺ ആണ് ഈ വെർനാക്കുലർ പ്രസ് ആക്ട് നിർത്തലാക്കിയത്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യൻ വൈസ്രോയിമാരിൽ വളരെ പ്രശസ്തനായിട്ടുള്ള, വളരെ പ്രമുഖനായിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു വൈസ്രോയാണ് ലോർഡ് റിപ്പൺ. മറക്കരുത്. 1880 മുതൽ 84 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം.
1880 മുതൽ 84 വരെയാണ് ലോർഡ് റിപ്പന്റെ കാലഘട്ടം. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണ്. അതോടൊപ്പം ഈ വെർനാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽഡ് ബൈ, വെർനാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്യുക, അത് ക്യാൻസൽ ചെയ്ത ആള് ലോർഡ് റിപ്പൺ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് യൂണിഫൈഡ് ആൻഡ് സയന്റിഫിക് സെൻസസ് ഇൻ ഇന്ത്യ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് റിപ്പൺ. ഫസ്റ്റ് യൂണിഫൈഡ് ആൻഡ് സെൻട്രലൈസ്ഡ് സയന്റിഫിക് സെൻസസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇൻ ഇന്ത്യ ബൈ ലോർഡ് റിപ്പൺ. ഇന്ത്യയിൽ സെൻസസ് ആദ്യമായിട്ട് ആരംഭിച്ച ലോർഡ് മേയോ ആണ്. ആദ്യത്തെ സെൻസസ് ആരംഭിച്ചത് ലോർഡ് മേയോ ആണ്. പക്ഷെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്രീയമായ സെൻസസ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് റിപ്പൺ ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒന്നാം ഫാക്ടറി നിയമം കൊണ്ടുവന്ന് ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ലോർഡ് റിപ്പൺ. ഒന്നാം ഫാക്ടറി നിയമം കൊണ്ടുവന്ന് ബാലവേലയ്ക്ക്, ചൈൽഡ് ലേബറിന് ഒരു കൺട്രോൾ വരുത്തിയതും ലോർഡ് റിപ്പൺ ആണെന്ന് ഓർത്തിക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷൻ 1881 ഹണ്ടർ കമ്മീഷൻ 1882 82 ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ നിയമിച്ചും ലോർഡ് റിപ്പൺ ആണ്. ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാനുണ്ട്, ഇൽബർട്ട് ബിൽ എന്ന നിയമം കൊണ്ടുവന്ന ആളും ലോർഡ് റിപ്പൺ. അത് നിയമമായില്ല എങ്കിൽ പോലും ഇൽബർട്ട് ബിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച ആളും ലോർഡ് റിപ്പൺ. വെച്ചാൽ ബ്രിട്ടീഷുകാരായുള്ള ആളുകളെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാർക്കും അധികാരമുണ്ട് എന്ന് വരുത്തുന്ന ഒരു നിയമമാണ് ഇൽബർട്ട് ബിൽ. അത് കൊണ്ടുവന്നാണ് ലോർഡ് റിപ്പൺ. പക്ഷെ അത് വെള്ളക്കാരുടെ ബ്രിട്ടീഷുകാരുടെ എതിർപ്പ് മൂലം അത് പാസ്സായില്ല, അത് നടപ്പിലായില്ല എന്ന കാര്യം കൂടി. അപ്പൊ ഇത്രയും എല്ലാ കാര്യങ്ങളും നടത്തി. അപ്പം ഒന്നുകൂടി നമുക്കറിയാം, സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായം 21 ഉയർത്തിയതും ആരാണ്? ലോർഡ് റിപ്പൺ ആണ്. കാരണം മുൻകാലങ്ങളിൽ അത് 18 19 ആക്കിയായിരുന്നു. അപ്പൊ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് എഴുതാൻ പറ്റുമായിരുന്നില്ല. അത് മാറ്റി 19 നിന്ന് അത് 21 വയസ്സിലേക്ക് സിവിൽ സർവീസ് എഴുതാനുള്ള, ബ്രിട്ടീഷ് ഇന്ത്യൻ സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം 21 മാറ്റിയതും ലോർഡ് റിപ്പൺ ആണ്. അപ്പൊ ലോർഡ് റിപ്പൺ എന്ന് പറയുന്ന ആളെ മറക്കണ്ട. ഈസ് മോസ്റ്റ് ഫേവറബിൾ ടു ഇന്ത്യക്കാരോട് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹം ചെയ്ത പരിഷ്കരണങ്ങളാണ് നമ്മൾ. അദ്ദേഹത്തെ പൊതുവായിട്ട് ഓർത്തു വയ്ക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതോടൊപ്പം ജനകീയനായ ഒരു വൈസ്രോയാണ് ലോർഡ് റിപ്പൺ. 1880 മുതൽ 84 വരെയുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് ഓർക്കുക. ഇന്ത്യയിൽ ഇൽബർട്ട് ബിൽ, ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാർക്കും അധികാരമുണ്ട് ഇൽബർട്ട് ബിൽ കൊണ്ടുവന്ന അദ്ദേഹമാണ്. സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ള പ്രായം 21 ഉയർത്തിയും ലോർഡ് റിപ്പൺ ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷൻ നിയമിച്ചും ലോർഡ് റിപ്പൺ ആണെന്ന് ഓർത്തു. ഹണ്ടർ കമ്മീഷൻ നിയമിച്ച അദ്ദേഹമാണ്. അതോടൊപ്പം ഒന്നാം ഫാക്ടറി നിയമം 1881 ഒന്നാം ഫാക്ടറി നിയമം കൊണ്ടുവന്ന് ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതും ആരാണ്? ലോർഡ് റിപ്പൺ ആണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ വെർനാക്കുലർ പ്രസ് ആക്ട്, നാട്ടുഭാഷാ പത്ര നിയമം റദ്ദാക്കിയത് ലോർഡ് റിപ്പൺ ആണ്. ഒന്നുകൂടി നമ്മൾ പറഞ്ഞു, ഒരെണ്ണം കൂടി നമ്മൾ പറഞ്ഞത്, ഇന്ത്യയിലെ യൂണിഫൈഡ് സയന്റിഫിക് സെൻസസ്, ശാസ്ത്രീയമായ ഏകീകൃതമായ സെൻസസ് ആദ്യമായി കൊണ്ടുവന്നാലും ആരാണ്? ലോർഡ് റിപ്പൺ എന്ന് പറയും. ക്ലിയർ. അപ്പോൾ ലോർഡ് റിപ്പണുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഓർത്തിക്കാൻ മിക്കവാറും സെൻട്രൽ എക്സാമിന് ധാരാളമായിട്ട് ചോദിക്കാനുള്ള ഒരു ടോപ്പിക് ഇടാണ് ലോർഡ് റിപ്പൺ എന്ന് പറയുന്നത്. സോ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ചതെന്നാണ്. ഭാരതീയ മഹിളാ ബാങ്ക് ഫോംഡ് ഓൺ വിച്ച് ഡേറ്റ് എന്നാണ്. ഓൺ വിച്ച് ഡേറ്റ് ഭാരതീയ മഹിളാ ബാങ്ക് ഫോംഡ്? ഓർക്കുക, 2013 നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19 2013 ഭാരതീയ മഹിളാ ബാങ്ക് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ വനിതകളുടെ ഉന്നമനത്തിനായി ഒരു മഹിളാ ബാങ്ക് ആരംഭിക്കുന്ന ലക്ഷ്യത്തോടു കൂടി 2013 നവംബർ 19 മഹിളാ ബാങ്ക് ആരംഭിച്ചു. ഹെഡ്ക്വാർട്ടേഴ്സ് വന്നത് ന്യൂഡൽഹിയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ന്യൂഡൽഹി ആയിരുന്നു. അതോടൊപ്പം ഇതിന്റെ ആദ്യത്തെ ബ്രാഞ്ച് മുംബൈയിലാണ് ഇനോഗ്രേറ്റഡ് ബൈ മൻമോഹൻ സിംഗ് ആൻഡ് സോണിയാഗാന്ധി. അപ്പോൾ ഫസ്റ്റ് ഭാരതീയ മഹിളാ ബാങ്ക്, ഫസ്റ്റ് ബ്രാഞ്ച് ഓഫ് ഭാരതീയ മഹിളാ ബാങ്ക് ഇനോഗ്രേറ്റഡ് ബൈ മൻമോഹൻ സിംഗ് ആൻഡ് സോണിയാഗാന്ധി ഇൻ മുംബൈ. അപ്പോൾ മുംബൈയിലാണ് ഇതിന്റെ ആദ്യത്തെ ബ്രാഞ്ച് ആരംഭിച്ചത് 2013 നവംബർ 19 ഓർക്കുക. എന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ മൂന്നാമത്തെ രാഷ്ട്രമാണ് ഇന്ത്യ. വനിതകളുടെ ഉന്നമനത്തിനായി ബാങ്ക് സ്ഥാപിച്ച ലോകത്തിലെ മൂന്നാമത്തെ രാഷ്ട്രമാണ് ഇന്ത്യ. 1 പാകിസ്ഥാൻ, 2 ടാൻസാനിയ. അപ്പോൾ പാകിസ്ഥാനും ടാൻസാനിയയ്ക്കും ശേഷം വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി വനിതാ ബാങ്ക് സ്ഥാപിക്കുന്ന മൂന്നാമത്തെ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന കാര്യം കൂടി ഓർക്കുക. 2013 നവംബർ 19 ന്യൂഡൽഹിയാണ് ആസ്ഥാനം ഓർക്കുക. ആദ്യത്തെ ബ്രാഞ്ച് വന്നത് എവിടെയാണ്? മുംബൈയിലാണ് ഇനോഗ്രേറ്റ് ചെയ്ത് മൻമോഹൻ സിംഗും അതോടൊപ്പം സോണിയാഗാന്ധിയാണെന്ന് ഓർക്കുക. ഇനി കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് വന്നത് തിരുവനന്തപുരം മണക്കാടാണ്. ഫസ്റ്റ് ബ്രാഞ്ച് ഓഫ് മഹിളാ ബാങ്ക് ഇൻ കേരള ഈസ് ഇനോഗ്രേറ്റഡ് അറ്റ് മണക്കാട്, തിരുവനന്തപുരം മണക്കാടാണ് ആദ്യത്തെ കേരളത്തിലെ ബ്രാഞ്ച് ആരംഭിച്ച് നോക്കിയ. ഉഷ അനന്ത സുബ്രഹ്മണ്യം ആയിരുന്നു ആദ്യത്തെ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യത്തെ ചെയർമാൻ പ്ലസ് ആരാണ്? മാനേജിംഗ് ഡയറക്ടർ MD ആയിരുന്നു ഉഷ അനന്ത
സുബ്രഹ്മണ്യനും. ഇനി അതിനുശേഷം 2017 ഏപ്രിൽ 1 മഹിളാ ബാങ്ക് എന്ത് ചെയ്തു? ഭാരതീയ മഹിളാ ബാങ്ക് മെർജ്ഡ് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2017 ഏപ്രിൽ 1 നമ്മൾ ഭാരതീയ മഹിളാ ബാങ്കിനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ലയിപ്പിച്ചു എന്ന കാര്യം കൂടി ഓർപ്പിക്കുക. ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ഭാരതീയ മഹിളാ ബാങ്ക്. മറക്കണ്ട, വൺസ് മോർ അഗൈൻ ഒരു തവണ കൂടി ഞാൻ പറയാം. 2013 നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിന് നമ്മൾ ആരംഭിച്ചു. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ആദ്യത്തെ ബ്രാഞ്ച് മുംബൈയിലാണ്. ഇനോഗ്രേറ്റ് ചെയ്തത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയാണെന്ന് ഓർത്തിക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി, ഇനോഗ്രേറ്റ് ചെയ്തത് മുംബൈയിലാണ് ആദ്യത്തെ ബ്രാഞ്ച്. കേരളത്തിൽ ആദ്യത്തെ ബ്രാഞ്ച് തിരുവനന്തപുരം മണക്കാടാണെന്ന് ഓർത്തു വയ്ക്കുക. ആദ്യത്തെ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഉഷ അനന്ത സുബ്രഹ്മണ്യമാണ് ഓർത്തു വയ്ക്കുക. ലോകത്തിൽ 3ാമത്തെ രാഷ്ട്രമാണ് ഇന്ത്യ. മഹിളാ ബാങ്ക് സ്ഥാപിക്കുന്ന ലോകത്തിലെ 3ാമത്തെ രാഷ്ട്രമാണ് ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ടാൻസാനിയ. 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്ക് മെർജ്ഡ് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ 3ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എന്താണ് ബാൽക്കൻ പ്ലാൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് നോൺ ആസ് ബാൽക്കൻ പ്ലാൻ? എന്താണ് ഈ ബാൽക്കൻ പ്ലാൻ എന്ന് പറയുന്നത്? ബാൽക്കൻ പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പ്ലാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിഭജന പ്രക്രിയ തയ്യാറാക്കിയ പദ്ധതിക്കാണ് ഏത് ബാൽക്കൻ പ്ലാൻ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പ്ലാൻ എന്ന് പറയുന്നത്. വെച്ചാൽ ക്യാബിനറ്റ് മിഷൻ വന്ന് അതിനുശേഷം ഇന്ത്യയുടെ അധികാര ഹാൻഡ് ഓവർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലേക്ക് വരികയും ഇതിൽ ചർച്ചയും നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ തയ്യാറാക്കും. 1947 ജൂൺ 3 ജൂൺ 3 അതുകൊണ്ടാണ് ഇതിന് ജൂൺ 3 പ്ലാൻ എന്നും കൂടി പറഞ്ഞത്. 1947 ജൂൺ 3 അതാണ് ജൂൺ 3 എന്ന് പറയുന്നത്. ജൂൺ 3 പ്ലാൻ എന്ന് പറയുന്നത് എന്താ സംഭവിച്ചത്? ഇന്ത്യ രണ്ടായി വിഭജിക്കുന്നു. ഒന്ന് ഇന്ത്യയായിട്ടും മറ്റൊന്ന് പാകിസ്ഥാനെ വിഭജിച്ച് 2 കൂട്ടർക്കും സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ള ഈ ഒരു വിഭജന പദ്ധതി ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഈ വിഭജന പദ്ധതിയാണ് നമ്മൾ ജൂൺ 3 പ്ലാൻ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ അല്ലെങ്കിൽ ബാൽക്കൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന്റെ ലോർഡ് മൗണ്ട് ബാറ്റന്റെ വിഭജന പദ്ധതി അല്ലെങ്കിൽ ബാൽക്കൻ പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പ്ലാൻ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1947 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്നത്. ഈ ജൂൺ 3 പ്ലാൻ അല്ലെങ്കിൽ ബാൽക്കൻ പ്ലാൻ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 1947 ജൂലൈ 18 ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുന്നത്. അവിടെ ഐറ്റം മറക്കരുത്. ജൂൺ 3 പ്ലാൻ 47 1947 ജൂൺ 3 ആണ് ജൂൺ പ്ലാൻ എന്ന് പറയുന്നത്. അതേസമയം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്നത് 1947 1947 ജൂലൈ 18 ആണ്. ഇതാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ നിയമം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന്. മറക്കണ്ട, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 July 18. It is the last and final law is enacted by British Parliament for India. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് അവസാനമായി പാസ്സാക്കിയ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ജൂലൈ 18. ഇത് പ്രകാരം 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാനും ഓഗസ്റ്റ് 15 ഇന്ത്യയുമായി 2 രാഷ്ട്രങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. ഇന്ത്യയെ 2ആയി പൊളിക്കുന്നു, 2 രാഷ്ട്രങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അപ്പൊ ഇതാണ് ജൂൺ 3 പ്ലാൻ അല്ലെങ്കിൽ ബാൽക്കൻ പ്ലാൻ. ക്ലിയർ ആയിരിക്കുമല്ലോ. സോ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 4 പ്രധാനപ്പെട്ട ടോപ്പിക് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതല്ലെങ്കിൽ 98462980 എന്ന എൻ്റെ നമ്പറിൽ കമന്റ് ചെയ്താൽ വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസും നൽകണം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതെല്ലാവർക്കും